ഈശ്വര, ഇനി എനിക്ക് നിന്നോട് 4 വർത്താനം പറയാനുണ്ട്. എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം? അല്ല, അപ്പൊ ഏനക്കേടൊക്കെ മാറിയ? ആ, മാറി. ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റിത്തരാം. നീ എന്താ പറഞ്ഞത്? എനിക്ക് മറുഷോക്ക് തന്നാ മതിന്നോ? മറുഷോക്ക് തരാൻ നീ ആരടാ? ഇലക്ട്രിസിറ്റിയിലെ ലൈൻമാനാ? നിന്നെ അടുക്കരുത്, അടുക്കരുത്. എന്റെ അടുത്ത് മാത്രം കളിക്കരുത്. കുത്തു, ഞാൻ കുത്തു. തിരിയടി വേദമാകര ദാസപ്പൻകുട്ടിയെ, അത് നകുലേന്റെ ഭാര്യ ഗംഗ ചേച്ചിയാ. ഹലോ. ഹലോ. വീശും ഞാൻ. പിന്നാലെ വരണ്ടോ? അയ്യോ, പിന്നികള് വന്ന് മനുഷ്യനെ പേടിപ്പിക്ക. എന്താ ബാസൂരെ? എന്താ വേണ്ടത്? എന്നാന്ന്? അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ദേ ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്കാ. വീടെന്ന്. നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശ്രീദേവി, ശ്രീദേവിന്ന് പിടിച്ചു വലിക്കരുതെന്നേ. പിടിക്കേ. നീ എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ഇതിനെ ചാരാറുള്ളല്ലോ പ്രിയമുള്ളൊരാളാരോ വരുമെന്നു ഞാനിന്നും വെറുതെ മോഹിക്കുമല്ലോ. എന്തൊരു സൈലൻസാ ഇവിടെ. എത്ര നല്ല അറ്റ്മോസ്ഫിയർ. ഗംഗയ്ക്ക് ഇഷ്ടമായ? പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എത്ര നല്ല സ്ഥലം. കിടക്കാൻ നേരത്തൊന്ന് വിളിച്ചേക്കണേ നഗലേട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. ആയിക്കോട്ടെ.
പുസ്തകങ്ങളൊക്കെ ചേച്ചിയുടെ ആണോ? അതേല്ലോ. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ, പിന്നെ നമുക്ക് പറ്റിയ സ്ഥലം നോക്കി മാറ്റാം. എന്താ ചേച്ചി ഇത് വായിച്ചിട്ടുണ്ടോ? എന്താ? കോളേജില് എന്നെ പഠിപ്പിക്കുന്ന സാറാ. ആര്? പി മഹാദേവനോ? ആഹാ. പിന്നെ എന്താ? ചേച്ചിക്ക് അറിയാം? ഇല്ല. ചുമ്മാ ചേച്ചിയോട് അമ്മ എല്ലാം പറഞ്ഞു കാണും. ഇല്ലെന്നേ. എന്താ കാര്യം? അല്ലി പറഞ്ഞോളൂ. ഒന്ന് പോ ചേച്ചി. അങ്ങനെ പോയാലോ? കാര്യം പറഞ്ഞാലേ വിടും. എന്താ കാര്യം? സാറിനെ കല്യാണം ആലോചിച്ചിരിക്കുക. ആഹാ, അത് ശരി. എന്നിട്ട് ഇപ്പോഴാണ് അത് പറയുന്നത്? ഒക്കെ നിശ്ചയിച്ചോ? മേഡത്തില്. സാരതേ നമ്മുടെ തൊട്ട അയലത്താ താമസം. എവിടെ? ദാ അവിടെ. എന്റെ പുസ്തകങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് അടുക്കി വെക്കാൻ പറ്റിയൊരു മുറി വേണല്ലോ അല്ലി. ഞാൻ ഇന്നലെ മുതൽ നോക്കുക. അതിനെന്താ, ഇവിടെ ഇല്ലേ ഇഷ്ടം പോലെ മുറികള്. ചേച്ചി വാ, ഞാൻ കാണിച്ചു തരാം. വെറും ഒരു മുറി പോരാ, എനിക്ക് ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം. വാ, നമുക്കൊന്ന് നോക്കാന്നേ. ആരും ഇതുവഴിയൊന്നും വരാറേ ഇല്ല. ആണോ? വാ നോക്കാം. ചേച്ചി, ദേ ആ മുറി കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. ചേച്ചി, ദേ എന്തോ ജപിച്ചു കിട്ടിയിരിക്കുന്നു. ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. സാരല്ലേ ചേച്ചി, അച്ഛന്റെ ഈ താക്കോല് കാണും, നമുക്ക് വാങ്ങിച്ചു തുറക്കാം. അമ്മാവനാൻ തോന്നുന്നു. വാ പോവാം. മോളിക്ക് വന്നേ. എവിടെയായിരുന്നു? വെറുതെ മോളില്. ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. ആ മുകളിലത്തെ നിലയിൽ തെക്കിനിയുടെ ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെ ആരും പോകാറ് തന്നെ ഇല്ല. മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ഇപ്പോഴും ആണ്ടുതോറും ദുർഗാഷ്ടമിക്ക് ചില ചടങ്ങുകളൊക്കെ നടത്തി ആ ചിത്രപ്പൂട്ടിൽ ബന്ധനത്തകിട് പൂജിച്ചു കിട്ടും. പണ്ടങ്ങോ ദുർമരണപ്പെട്ട രണ്ട് ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാ അത്. നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊന്നും വിശ്വാസം വന്നോളന്നില്ല. എന്നാലും മോള് ആ ഭാഗത്തേക്ക് പോകണ്ടെന്ന് വെച്ചേക്കണം. ഇത് പറയാനാ ഞാൻ വന്നത്. നമ്മൾ എന്തിനാ വെറുതെ ചത്തുപോയവരോട് വാശി പിടിക്കുന്നത്?